നീറ്റ് പരീക്ഷ നടത്തിപ്പിലെ അട്ടിമറിയിൽ പ്രതിഷേധിച്ച് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള എംപിമാരെ കയ്യേറ്റം ചെയ്ത ഡൽഹി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PS സന്തോഷ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ച് കോതകുളം സെന്ററിൽ നിന്ന് ആരംഭിച്ച് വലപ്പാട് ചന്തപ്പടിയിൽ സമാപിച്ചു. മാർച്ച് DCC ജനറൽ സെക്രട്ടറി K. ദിലീപ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ CV വികാസ്, ER രഞ്ജൻ, ANG ജയ്ക്കോ മാസ്റ്റർ, ബാബു കുന്നുങ്ങൽ, ശിബ പ്രദീപ്, MM ഇക്ബാൽ, CK ഉല്ലാസ്, ഇസ്മയിൽ അറക്കൽ, PM ശരത് കുമാർ, ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില സലീം, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അനിൽ കരുവത്തിൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമേഷ് പാനാട്ടിൽ, പഞ്ചായത്ത് മെമ്പർമാരായ അനിത ത്രിദീപ് കുമാർ, ഉഷ ബാബു, ഗീത രാമദാസ്, നിതീഷ് MT, ഷഹർബാൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മേജി തോമസ്, MA സലീം, മണ്ഡലം ഭാരവാഹികളായ ഉണ്ണി മാസ്റ്റർ, ഷിബു നെടിയിരിപ്പിൽ, ഡേവിസ് വാഴപ്പള്ളി, മഞ്ജു ബാബു, CK പ്രസാദ്, ബിജു നെടിയിരിപ്പിൽ, നളിനി, ഭുവനേശ്വരി, സരള, മൈഥിലി, മറ്റ് മണ്ഡലം ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. ചോദ്യം ചെയ്യുന്നവരെയും അഭിപ്രായം പറയുന്നവരെയും രാജ്യദ്രോഹികളും ദേശവിരുദ്ധരുമായി ചിത്രീകരിച്ചുകൊണ്ട് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് എക്സാം അല്ലെങ്കിൽ ടെസ്റ്റ് നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ കഴിഞ്ഞ 3 പരീക്ഷകൾ തുടർച്ചയായി രാജ്യത്ത് പരാജയപ്പെടുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി പരിപൂർണമായി നീറ്റ് പരീക്ഷയുടെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണം എന്നുള്ളതാണ് ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും പുതിയ തലമുറയിലെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ജൻസി കൂട്ടായ്മയായ CJPയും ഒക്കെ ആവശ്യപ്പെടുന്നത്.